നമസ്കാരം. ഞാൻ സുദർശനം കൊല്ലം. എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ആ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ശബരിമലയിലെ വിഷയമാണ്. അവിടെ ഈ ജയിച്ചു വന്നിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയിലെ മുഖ്യമന്ത്രിയാവുന്ന വ്യക്തി, അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ആരാണ് കൈകാര്യം ചെയ്യുന്ന ആ വ്യക്തിയും മറ്റ് ഒപ്പമുള്ള മന്ത്രിമാരും എല്ലാവരും ഒരു നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മന്ത്രിസഭ രൂപീകരിച്ച് ആദ്യമായിട്ട് നിങ്ങൾ അതിൻ്റെ തുടക്കം കുറിക്കുമ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ മറന്നു പോകരുതും. നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വിശ്വാസികളോടത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഹൈന്ദവരായ എല്ലാ വ്യക്തികളോടും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശബരിമല കാര്യങ്ങളെല്ലാം അതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാകുന്നു. അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് അത് നിങ്ങൾ പറഞ്ഞ വാക്ക് നിങ്ങൾ പാലിക്കുമോ? കാരണം പിണറായി സർക്കാർ ശരിക്കും ഒരുപാട് അയ്യപ്പന്മാരെ, ഒരുപാട് വിശ്വാസികളെ, പ്രായഭേദമന്യേ എല്ലാവരെയും പിണറായി ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അറിയാമല്ലോ, നിരവധി പോലീസുകാർ ഒരുപാട് അയ്യപ്പന്മാരെ മൃഗീയമായി തല്ലുന്നത് നമ്മളെല്ലാം ജനം TV വഴി കണ്ടതാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നൊരു വിശ്വാസമുണ്ട്. അപ്പം വരുന്ന അയ്യപ്പന്മാരെ നമ്മളെല്ലാവരും, പോലീസുകാരാണെങ്കിൽ ആരെങ്കിലും സ്വാമിയെന്നേ വിളിച്ചിട്ടുള്ളൂ. ആ സ്ഥാനത്താണ് അവരെ ക്രൂരമായി മർദ്ദിച്ചിട്ടുള്ളത്. അപ്പം അവരുടെയൊക്കെ പേരിൽ പിണറായി സർക്കാർ എടുത്തിരിക്കുന്ന കേസുകളെല്ലാം നിങ്ങൾ എഴുതി തള്ളുമെന്നൊരു വിശ്വാസം ഉണ്ട്. അത് നിങ്ങൾ ചെയ്യുമല്ലോ. നിങ്ങൾ വിശ്വാസികൾക്കെല്ലാം നിങ്ങളൊരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണല്ലോ നിങ്ങൾക്ക് രണ്ടർത്ഥത്തിലാണ് വോട്ട് കിട്ടിയിരിക്കുന്നതും നിങ്ങൾ ജയിച്ചു വന്നിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ ഈ ഒരു ഭരണത്തിന്റെ തുടക്കം അതൊരു ശുഭലക്ഷണമായിട്ട്, ഒരു ഐശ്വര്യമായിട്ട് ഈ പിണറായി സർക്കാർ എടുത്തിരിക്കുന്ന സാധുക്കളായ വിശ്വാസികളായ അയ്യപ്പന്മാരുടെ പേരിലുള്ള എല്ലാ കേസുകളും നിങ്ങളത് ക്യാൻസൽ ചെയ്യണം, എഴുതിത്തള്ളണം, അവരെ സ്വതന്ത്രരാക്കണം. കാരണം അതൊരു വലിയൊരു ശാപം തന്നെ ആയിരിക്കും. കാരണം അയ്യപ്പന്മാർ വ്രതം നോറ്റ് അവിടെ വന്നതാണ്. അതിനെക്കുറിച്ച് അയ്യപ്പനോട് സത്യത്തിൽ പറഞ്ഞാൽ ആരും നിന്ദിക്കാതിരിക്കുക, വന്നിച്ചേലിൽ നിന്ദിക്കാതിരിക്കുക. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഒപ്പമുള്ള എല്ലാവരെയും കൂട്ടിക്കൊണ്ടാണെങ്കിലും, അല്ലെങ്കിൽ എന്ത് എതിർപ്പുകൾ വന്നാലും, എന്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് കടമ്പകൾ കടക്കേണ്ടി വന്നാലും വേണ്ടിയില്ല, നിങ്ങളുടെ ഭരണ സമയത്ത് നിങ്ങളുടെ ആദ്യ തുടക്കം ഐശ്വര്യപ്രദമായി തന്നെ അയ്യപ്പന്മാരുടെ പിണറായി സർക്കാർ എടുത്തിരിക്കുന്ന കേസുകൾ നിങ്ങളത് ക്യാൻസൽ ചെയ്യും എന്ന് എല്ലാവർക്കും വിശ്വാസമുണ്ട്. എല്ലാ ഹൈന്ദവർക്കും വിശ്വാസമുണ്ട്. എല്ലാ അയ്യപ്പ ഭക്തർക്കും, എല്ലാ വിശ്വാസികൾക്കും 100% നിങ്ങൾ ഉറപ്പുണ്ട്. അത് നിങ്ങൾ ചെയ്യുമല്ലോ, നിങ്ങൾ ചെയ്തിരിക്കണം. അതായിരിക്കും അതിൻ്റെ ഒരു പുണ്യവും ഐശ്വര്യവും. നമ്മൾ കാലങ്ങളായി കണ്ടുവന്നുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. 5 വർഷം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ അടുത്ത 5 വർഷം കോൺഗ്രസ്സുകാർ ഭരിക്കും, UDF ഭരിക്കും. പിന്നെ വീണ്ടും 5 കൊല്ലം കഴിയുമ്പം LDF വരും, പിന്നെ 5 കൊല്ലം കഴിയുമ്പം UDF വരും. അപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത തെറ്റുകളെല്ലാം നിങ്ങളൊരു രാഷ്ട്രീയ ഒത്തുറപ്പിൻ്റെ ലെവലിലാണ് നിങ്ങൾ ഇതുവരെ കൊണ്ടുപോയിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനും ഇപ്പോഴത്തെ ഇലക്ഷനും നിങ്ങൾ UDFകാർ പറഞ്ഞ ഒരുപാട് വാഗ്ദാനങ്ങളും ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ആരും മറന്നിട്ടില്ല. പോറ്റിയെ കയറ്റിയെ എന്നും വീറും വാശിയോടുകൂടിയാണ് നിങ്ങൾ ആ പ്രചരണം നടത്തിയിട്ടുള്ളത്. ഇടതുപക്ഷ പാർട്ടിയെ നിങ്ങൾ LDFനെ എത്രത്തോളവും നിങ്ങൾ ചവിട്ടിത്താഴ്ത്താവോ, എത്രത്തോളവും നിങ്ങൾ അവരെ ഇതാക്കാവോ, അതെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് അറിയാമല്ലോ. നിങ്ങൾ വിശ്വാസികളുടെ കൂടാണ്, നിങ്ങൾ ഹൈന്ദവ സഹോദരങ്ങളോടൊപ്പമാണ്, നിങ്ങൾ വിശ്വാസത്തിനൊപ്പം നിലകൊള്ളുന്നവരാണ്, പോറ്റിയെ കയറ്റിയെ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരുപാട് ഇത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇനി ഇങ്ങനെ ഒരു മേലാൽ ഒരു കാര്യങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും വിശ്വാസികളുടെ പേരിൽ നിങ്ങൾ ഒന്നും ഇങ്ങനെ ഈ മാതിരിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. കാരണം അവര് വ്രതം നോറ്റ് അവര് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ശബരിമല ദർശനത്തിന് വരുന്നത്. അതേ കണക്ക് തന്നെ ഈ നിയന്ത്രണം,
അതിൻ്റെ കാര്യത്തിൽ അതൊരു അർത്ഥമില്ലാത്ത കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം ശബരിമലയെ തകർക്കുക, അല്ലെങ്കിൽ ശബരിമലയിലെ വരുമാനത്തെ കുറയ്ക്കുക, അല്ലെങ്കിൽ ശബരിമലയിലെ ഒരു ഇതാക്കി മാറ്റുക, അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന വ്യക്തികളുടെ ഓരോ അയ്യപ്പന്മാരും നല്ലത് പറയാനുള്ള അവസരവും സാഹചര്യം നിങ്ങൾക്ക് കഴിയട്ടെ. നിങ്ങളുടെ ഭരണത്തിൻ്റെ തുടക്കം ശുഭലക്ഷണമായി ആ അയ്യപ്പ ഭക്തരുടെ, വിശ്വാസികളുടെ, അവരുടെ എല്ലാ വിശ്വാസത്തിനും നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. കാര്യം നിങ്ങൾ എല്ലാം പറഞ്ഞു, നിങ്ങൾ വിശ്വാസികളുടെ ഒപ്പമാണ്, ഹൈന്ദവരുടെ വിശ്വാസത്തെ ഞങ്ങൾ വ്രണപ്പെടുത്തിയിട്ടില്ല എന്നെല്ലാം നിങ്ങൾ പറഞ്ഞു. അപ്പം ആ ഒരു വിശ്വാസം അത് നിങ്ങൾ നിറവേറ്റുമല്ലോ. അങ്ങനെ നിറവേറ്റും എന്നൊരു പ്രതീക്ഷ എന്നെപ്പോലെ എല്ലാവർക്കും ഉണ്ട്. ഈ സതീശനോടാണ് എടുത്ത് ഞാൻ പറയുന്നത്, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. നിങ്ങളാണ് മുഖ്യമന്ത്രി. ദേവസ്വം ആരാണോ എടുക്കുന്നത് അവരോടും പറയാണ്. അതുപോലെ തന്നെ ആഭ്യന്തരം ആരാണ് കൈകാര്യം ചെയ്യുന്ന അവരോടും കൂടെ ഈ ഒരു അഭ്യർത്ഥനയായിട്ടാണ് പറയുന്നത്. അയ്യപ്പന്മാരെ ഇനി അങ്ങനൊരു അയ്യപ്പന്മാർക്ക് അല്ലെങ്കിൽ ആ വിശ്വാസികൾക്ക് അങ്ങനൊരു വ്രണം ഉണ്ടാവാൻ പാടില്ല. അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് കാര്യം കൂടിയാണ്. നിങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന മോഹന വാഗ്ദാനങ്ങളെല്ലാം നിങ്ങൾ പാലിക്കണം. മാത്രമല്ല, ശബരിമല അയ്യപ്പന്റെ കാര്യത്തിൽ ഈ കഴിഞ്ഞ സർക്കാർ എടുത്ത നിലപാടുകളെല്ലാം അതിൽ നിന്നെല്ലാം നിങ്ങൾ മാറി ചിന്തിക്കണം. നിങ്ങൾ അതുപോലെ തന്നെ സ്ത്രീകളെ കയറ്റുന്ന കാര്യത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അതിരൂക്ഷമാണ്. അതാണല്ലോ പ്രശ്നങ്ങളുടെ തുടക്കം. അപ്പം അയ്യപ്പന്മാരോട് കാണിച്ചതിനെല്ലാം അവർ ചെയ്ത തെറ്റിന് നിങ്ങളെങ്കിലും മാപ്പ് പറഞ്ഞ്, അയ്യപ്പനോട് മാപ്പ് പറഞ്ഞ്, നിങ്ങൾ അയ്യപ്പ ഭക്തരോട്, വിശ്വാസികളോട് നിങ്ങൾ മാപ്പ് പറഞ്ഞ ആ കേസുകളെല്ലാം നിങ്ങൾ എഴുതി തള്ളണം. പിന്നെ ഒരു കാര്യം ഞാൻ വീണ്ടും എടുത്തു പറയാണ്, ഒരു വ്യക്തികളുടെ അല്ല ഒരു രാഷ്ട്രീയക്കാരുടെ ഒരു സമൂഹത്തിന്റെ ചട്ടുകമാവാൻ നിങ്ങൾ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചാൽ അതിന്റെ വൻ തിരിച്ചടി നിങ്ങളുടെ ഭാവി രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. അതിനകത്ത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ അയ്യപ്പന്റെ കാര്യത്തിൽ, ശബരിമലയുടെ കാര്യത്തിൽ നിങ്ങൾ ഒരു വൻ തീരുമാനം നിങ്ങൾ എടുത്തിരിക്കണം. അയ്യപ്പന്മാരുടെ പേരിൽ പിണറായി സർക്കാർ എടുത്തിരിക്കുന്ന സകല കേസുകളും അത് ഇല്ലാതാക്കണം. മോഹന വാഗ്ദാനങ്ങൾ ഹൈന്ദവർക്ക് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഓരോ പ്രചരണങ്ങളിലും പലയിടത്തും ഉള്ള പ്രചരണങ്ങൾ, UDFന്റെ പ്രചരണങ്ങളിൽ നമുക്കെല്ലാം അത് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അതിൻ്റെയും കൂടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ഭൂരിപക്ഷം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ തമ്മിലടിച്ച് നിങ്ങൾ സമയം വ്യർത്ഥമാക്കാതെ നിങ്ങൾ എല്ലാ കാര്യത്തിനും ഇവിടെ ഉണ്ടായിട്ടുള്ള സകലമാന പ്രശ്നങ്ങൾക്കും ഒരുപാട് കേസുകൾ കെട്ടിക്കിടപ്പുണ്ട്. മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ അതേണക്ക് തന്നെ ഇനി ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ സമയങ്ങളിൽ നടന്നതുപോലെ പിന്നെ ഓരോ വർക്കുകളും പലർക്കും കൊടുക്കുമ്പോൾ അതിൻ്റെ കോൺട്രാക്ടറെ ഒക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത്, അതല്ലെങ്കിൽ നിങ്ങളെ വ്യക്തമായ രീതി പൊതുജനങ്ങൾക്ക് കൂടി ബോധ്യപ്പെടുന്ന തരത്തിൽ ഒക്കെ വേണം ഈ കാര്യങ്ങൾ തീരുമാനം. അല്ല നിങ്ങളുടെ സ്വന്തം തീരുമാനം ആവരുത്. നിങ്ങളെ ജനങ്ങളാണ് ഇപ്പോൾ എടുത്ത് അങ്ങോട്ടേക്ക് വിട്ടിരിക്കുന്നത്. അപ്പൊ ആ കാര്യങ്ങൾ ജനങ്ങൾക്ക് കൂടെ അറിയാൻ താല്പര്യമുണ്ട്. അപ്പൊ ആ ജനങ്ങളെ കൂടെ ഈ കാര്യങ്ങൾ ഇനി നിങ്ങൾ അറിയണം. ആ മനുഷ്യത്വവും മനസ്സും സ്നേഹവും എല്ലാവരെയും ഒന്നുപോലെ കാണാനൊരു മനസ്സുള്ളവരെ വേണം. അങ്ങനെയൊക്കെ ഉള്ളവരെയും കൂടെ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ച് നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കുക. അപ്പം നിങ്ങൾക്ക് കുറെ കൂടെ ജനങ്ങളുടെ സ്വാധീനം കിട്ടും. അങ്ങനെ ചെയ്യുന്ന സർക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സമൂഹം, ഈ ജനം ഒന്നടങ്കം നിങ്ങൾക്ക് ഒപ്പം ഉണ്ടാവും. ഇപ്പം ഇത്രയും ജനങ്ങൾ നിങ്ങളെ കൂടി ചേർന്ന് നിങ്ങളെ ജയിപ്പിച്ചു, അല്ലേ? UDFന്റെ എല്ലാവരെയും ജയിപ്പിച്ചു. അപ്പൊ അത് നിങ്ങൾ ഓർമ്മ വേണം നിങ്ങൾക്ക്. അത് നിങ്ങൾ മറന്നുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയ പിന്നെ ഒത്തുതീർപ്പും കാര്യങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതുപോലുള്ള പരിപാടി നിങ്ങളിവിടെ ഇറക്കരുത്. കാര്യം സൂക്ഷ്മമായി നിങ്ങൾ വീക്ഷിക്കുന്ന സാധാരണക്കാരും അല്ലാത്തവരും ഒക്കെ ഈ സമൂഹത്തുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ആരും മറക്കരുത്. ജനങ്ങൾ വിഡ്ഢികളും മണ്ടരുമല്ല. പിന്നെ ചിലർ പറയില്ല, ചിലർ പറയും, ചിലര് മൗനമായ വർക്കുകൾ നടത്തും. അതാണ് ഏറ്റവും ഭയാനകം, ഡേഞ്ചറുമായത്. പറഞ്ഞു മനസ്സിലായോ? ആ കാര്യങ്ങളൊന്നും പറയില്ല, പക്ഷെ മൗനമായി അവർ വർക്ക് നടത്തും. അതുകൊണ്ട് ആരെയും നമ്മൾ ഇതാക്കാതെ നിങ്ങളുടെ ഒരു നല്ല ശക്തമായ കൂട്ടായ്മയോടുകൂടി തമ്മിൽ അടിച്ചും കലഹിച്ചും പരസ്പരം ചെളിവാരത്തെ എറിഞ്ഞും നിൽക്കാതെ സമൂഹത്തിനെ സേവിക്കാനുള്ള എല്ലാ ആർജവും നിങ്ങൾക്കുണ്ടാവണം. പിന്നെ ഒത്തുകളി രാഷ്ട്രീയത്തിനകത്ത് നിങ്ങൾ വീണു പോകരുത്, ആരുടെയും ചട്ടുകമാവരുതും. ഇവിടെ ജനം മൊത്തം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഇവിടെ വരാൻ പോകുന്ന വിനാശങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന്. അതുകൊണ്ട് ഞാൻ സതീശനോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. നിങ്ങളാണ് മുഖ്യമന്ത്രി. നിങ്ങളെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത തരത്തിൽ നിങ്ങളുടെ കൈയും കാലും കിട്ടും.
ആ ലെവലിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒക്കെ നമുക്കറിയാം, ജനങ്ങൾക്കറിയാം. പറഞ്ഞ മനസ്സിലായോ? ഇവിടെ ഒരു വൻ വിനാശം വിതയ്ക്കാനുള്ള ഒരു ലഹള ഒന്നും ഉണ്ടാവാനുള്ള സാഹചര്യം നിങ്ങളുടെ ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവരുതും. അതുകൊണ്ട് ആലോചിച്ചും കണ്ടും വേണം ഓരോ മന്ത്രിമാരെ നിശ്ചയിക്കേണ്ടതും തീരുമാനിക്കേണ്ടതും. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, നിങ്ങൾ ഭരിക്കുമായിരിക്കും, പക്ഷെ നിങ്ങളെ ഭരിക്കാനായിട്ട് മറ്റു പലരും ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അതെല്ലാവർക്കും അറിയാം, ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. പക്ഷെ അങ്ങനെയാണ് ഇവിടെ നടക്കുന്നതെങ്കിൽ അത് വലിയ വില നിങ്ങൾ കൊടുക്കേണ്ടി വരും, സംശയമില്ലാത്ത കാര്യം. അതിനൊന്നും UDF സർക്കാർ അതിനൊന്നും വഴങ്ങാതിരിക്കുക. അതിനെ നിങ്ങൾ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക. എല്ലാം നന്മകളും ഉണ്ടാവട്ടെ, എല്ലാ കാര്യങ്ങളും നേർവഴി വരട്ടെ. വരാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം, എല്ലാവരും പ്രാർത്ഥിക്കും. നല്ലത് ചെയ്തവർക്ക് എന്നും നല്ലത് തന്നെ കിട്ടും, അത് ഉറപ്പാ, സംശയമില്ലാത്ത കാര്യം. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തില് എല്ലാ ജനങ്ങളും വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്ന ഒരു മേഖലയാണ്. അത് നിങ്ങളിവിടെ ഓർത്തിരിക്കണം. കേരളത്തിലെ പല തരത്തിലും പല രീതിയിലും മാറ്റിമറിക്കാനായിട്ട് ഉന്നവും വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ തക്കം പാർത്തിരിക്കുന്ന പല വ്യക്തികളുമുണ്ട്, ആൾക്കാരുമുണ്ട്, പല സംഘടനകളുണ്ട് എന്നുള്ളതായിട്ട് നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് ഇവിടെ ഐക്യതയും സമാധാനവും സന്തോഷമാണ് ഇവിടെ നിലകൊള്ളേണ്ടുന്നത്. ശാന്തിയും സമാധാനമാണ് വേണ്ടുന്നത്. ഇവിടെ പണ്ടത്തെ കേരളം എങ്ങനായിരുന്നു ആ കേരളം, അതേപോലുള്ളൊരു കേരളം ഇവിടെ തിരിച്ചു കൊണ്ടുവരണം. ഐക്യതയും സമാധാനവും സന്തോഷമായിട്ട് ഇവിടെ നമുക്ക് ജയിക്കേണ്ടത് മനുഷ്യരാശികളുടെ പ്രവർത്തനം, മനുഷ്യ സ്നേഹമാണ് ജയിക്കേണ്ടത്. നമ്മുടെ ഐക്യതയാണ് ജയിക്കേണ്ടത്. അല്ലാതെ വിദ്വേഷങ്ങളും വെറുപ്പുകളും മറ്റ് അനാവശ്യമായ ചിന്തകളും മറ്റൊരു തരത്തിൽ കാണുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ നിയമനങ്ങൾ, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ എവിടെങ്കിലും നിയമനങ്ങൾ നടത്തുന്നത് സൂക്ഷ്മമായി പരിശോധിച്ചിട്ടല്ലാതെ, കഴിഞ്ഞ സർക്കാരിന്റെ സമയങ്ങളിൽ നിരവധി ആൾക്കാർക്ക് ഇത് കിട്ടിയിട്ടുണ്ട്, നിയമനങ്ങൾ ഉണ്ട്. അതിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ആ നിയമനങ്ങൾ കിട്ടിയതെന്നും, ഏതെല്ലാം ഹോസ്പിറ്റലുകളാണെങ്കിൽ എവിടെ ചെന്ന് നോക്കിയാലും ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ഈ നിയമനങ്ങൾ കൂടുതൽ കിട്ടിയിട്ടുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആ കാര്യങ്ങൾക്കൊന്നും നിങ്ങൾ നിൽക്കരുതും. നിങ്ങൾ നിയമനങ്ങൾ നടത്തുമ്പോൾ മുഖം നോക്കരുതും, ആരുടെയും മുഖം നോക്കരുതും, പാർട്ടി നോക്കരുതും, ജാതി നോക്കരുതും. എല്ലാവരെയും ഒരുപോലെ കണ്ട് ഒരേ രീതി മനസ്സ് വെച്ച് എല്ലാവരും ഒരുപോലെ ഒരേ കണ്ടുകൊണ്ട് വേണം നിയമനങ്ങൾ നടത്താൻ. അതിന് ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുതും. അത് ഒരു വലിയൊരു ഘടകമാണ്, ഒരു വലിയ വിഷയമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് പുറം വാതിലിൽ കൂടെയുള്ള നിയമനങ്ങളോ മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവാൻ പാടില്ല. പഠിച്ചവർക്ക് ജോലി ഉറപ്പാക്കണം. പിന്നെ കാലങ്ങൾ കൊണ്ട് കാത്തിരിക്കുന്ന വ്യക്തികളെ സീനിയോറിറ്റി അനുസരിച്ച് അവരെ ജോലി കൊടുക്കണം, അവർക്ക് ആ ജോലി കൊടുക്കണം. എല്ലാം നല്ല രീതിയിൽ കാര്യമായിട്ട് വേണം നടത്തേണ്ടത്. എല്ലാം മംഗളമായി തന്നെ ഭവിക്കണം. എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ, എല്ലാവർക്കും ഓജസ്സും തേജസ്സും ഉണ്ടാവട്ടെ, എല്ലാവർക്കും ശാന്തി സമാധാനം ഉണ്ടാവട്ടെ. സത്യസന്ധമായ ആത്മാർത്ഥമായ ഒരു ഭരണം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.